കോളർ കട്ട് ചെയ്യാൻ കേട്ടോ. കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ വേറെ പീസുകൾ എടുത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഏറ്റവും അടിയിൽ നിന്ന് ആക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോളർ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളെ കോളർ സാമ്പിളിന്റെ കോളർ വരുന്നത് 14 ഇഞ്ചാണ്. നമ്മളിത് മടക്കിയല്ല വെച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എത്രയാണ് കോളറിന്റെ വീതി എന്നുള്ളത് നോക്കാം. സാധാരണ ഒരു ഫിക്സഡ് വീതിയിലാണ് വരിക. ഇതിപ്പോ 2.5 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് ഫിനിഷിങ്ങിൽ ഇവിടേക്ക് ഒരു 1/4 ഇഞ്ചും ഈ അടിഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ചും പോകും. അപ്പൊ 2.5 ഇഞ്ചാണ് ഇതിന്റെ വീതി വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 2.5 ഇഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മള് ഒരു ലൈനും കൂടെ കൊടുക്കുക. ഇനിയിപ്പോ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ, ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇതാണ് നമ്മളെ 7 ഇഞ്ചിന്റെ അളവ് വരുന്നത്. ഇതാണ് അടിഭാഗം വരുന്നത്. ഇതാണ് അടിഭാഗം വരുന്നത്. അപ്പൊ ഈ അടിഭാഗത്താണ് നമുക്ക് 7 ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഈ 7 ഇഞ്ചിന് ഇവിടേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന് ഇങ്ങോട്ടും ഷേപ്പ് കൊടുക്കലുണ്ട്, ഇങ്ങോട്ടും. പല മോഡലിനനുസരിച്ചാണ് വരിക. അത് കട്ട് ചെയ്തതിന് ശേഷം കൊടുത്താലും വേണ്ട. നമ്മളിപ്പോൾ ആദ്യം സ്ട്രൈറ്റ് ആയിട്ടൊരു ഇത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക കോളറിൻ്റെ അതിന്. അതിന് കോളർ വീതി കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ സംഭവം തന്നെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഷേപ്പ് ആക്കിയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ സ്കെയിൽ കൊണ്ട് ചെയ്താലും മതി. സ്കെയിൽ കൊണ്ട് ഇതുപോലെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഈ മാർക്കിന് ഇതുപോലെ ഷേപ്പുള്ള സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. നമ്മളത് കട്ട് ചെയ്യാം. ഈ അടിഭാഗത്താണ് ഇങ്ങനെ ഷേപ്പ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തേക്കും ചെരിവ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇത് കൊടുക്കും. ഇതാണ് ഇതിന്റെ അടിഭാഗം വരിക. അതാണ് നമ്മൾ കോളറിന്റെ അടിഭാഗം വരുന്നത്. അടിഭാഗത്ത് ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കും. നിങ്ങൾക്ക് ഈ ഷേപ്പൊക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. ഇത് ഓരോ മോഡലിനനുസരിച്ച് ഷേപ്പിലും, അതേപോലെ ചിലത് നമ്മൾ ഇങ്ങോട്ടാണ് ക്രോസ് കൊടുക്കുക. ആണുങ്ങളെ ഷർട്ടൊക്കെയാണ് ഇങ്ങനെയാണ് ക്രോസ് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഒരു ഷേപ്പിൽ കോളർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് നെക്ക് എടുക്കണം. ഈ ഒരു പീസിൽ നിന്ന് നെക്ക് എടുക്കണം. അപ്പൊ ഇന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പീസ് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് നമ്മള് ഇതുപോലെ ഈ ഷേപ്പ് നമ്മൾ കോളറിനിട്ട ഷേപ്പ് എത്രയാണോ അതുപോലെ മാർക്ക് ചെയ്യാം. അതുപോലെ മാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ നമുക്ക് താഴേക്ക് ചെറിയൊരു ഷേപ്പ് വരും. നമ്മൾ കോളറിന്റെ അതിങ്ങനെ കണ്ടാലറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് നെക്കിന്റെ ഒരു ഷേപ്പ് വരിക. ഇതാണ് നെക്കിന്റെ അടിഭാഗം വരുന്നത്. നെക്കിന്റെ മുകൾ ഭാഗം, കോളറിലേക്ക് വരേണ്ട ഭാഗം ഇതാണ് വരിക. ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ കറക്റ്റ് കോളറിന്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. കേട്ടായി ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്നുണ്ടോ? ഇനി കോളർ ഒട്ടിക്കണ വേണ്ടിയിട്ടോ. കോളർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ കൂർപ്പ് വരുന്ന ഭാഗമല്ലേ, ഇത് മുകളിലേക്ക് കുറച്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് അത് ഒട്ടിക്കുക.
കറക്റ്റ് സെന്ററിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ. എന്നിട്ട് അത് ഒട്ടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശ വരുന്ന ഭാഗം അടിഭാഗത്ത് കണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ നെക്കിന്റെ പീസ് ഒട്ടിക്കുമ്പോൾ രണ്ട് ഭാഗത്തും നെക്കിന്റെ ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് വേണം, കോളറിന്റെ ഭാഗത്തേക്കും വരുന്നത്. എന്ത് ചെയ്യുക, ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കാം. ഇത് നടത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചെടുക്കുക. ഗ്യാപ്പ് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരണം കേട്ടോ. ഈ തയ്യൽ തുമ്പ് ഇതിനും പാടുള്ള തയ്യൽ തുമ്പ് വരണം. അപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് മടക്കി അടിക്കാനുള്ളൊരു ഈ ഭാഗത്തേക്ക് നമുക്ക് മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ഉള്ളത്. ഇത് സാധാരണ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളൊരു തയ്യൽ തുമ്പ് ഇടാം. കട്ട് ചെയ്യാം. ഇതുപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ക്യാൻവാസിനോട് ചാരി തന്നെ കട്ട് ചെയ്യാലോ. നമ്മള് ഇവിടെയും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, കുറച്ച് തയ്യൽ തുമ്പല്ല മടക്കി അടിക്കാനാണ്. അപ്പൊ അതിനനുസരിച്ച് തുമ്പിട്ടുണ്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. നമ്മളിവിടെ ചെറിയ രണ്ട് ഇത് കൊടുക്കുക, കാരണം ഷേപ്പ് വരുന്ന ഭാഗമായതുകൊണ്ട് കറക്റ്റ് നിൽക്കാൻ വേണ്ടി ചെറിയൊരു ഷേപ്പ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഭാഗം നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് വരുന്നില്ലേ, ആ ഭാഗം മടക്കി അടിക്കാൻ കേട്ടോ. അങ്ങനെ വെക്കുക, ക്യാൻവാസിനോട് ചാരിയിട്ട് എന്ത് ചെയ്യാം, ആ ഭാഗം അടിക്കുക. കറക്റ്റ് ക്യാൻവാസിനോട് ചാരിയിട്ടാണ് ആ ഭാഗം അടിക്കേണ്ടത്. ഇതേപോലെ വരും. ക്യാൻവാസിനോട് ചാരിയിട്ട് ഈ ഭാഗം മടക്കിയടിക്കുക. ഇനി നമ്മളിവിടെ നേരത്തെ ഒരു കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ സെന്ററിൽ. അതൊന്നും പാടെ തുണിയിലും പാടെ കട്ട് മാർക്ക് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് കോളറാണ്. കോളറിന്റെ പീസ് എടുക്കുന്ന കാണിക്കണം. കോളറിന് നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കട്ടോ. കോളറിന്റെ എത്രയാണോ വലിപ്പം വേണ്ടത്, ഇതാ ഈ പീസ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പീസ് എടുക്കാം. കറക്റ്റ് ഈ ഒരു വലിപ്പം മതി കേട്ടോ. ഈ ഒരു വലിപ്പം മതി. സാധാരണ തയ്യൽ തുമ്പ് വരുന്ന രീതിയിലുള്ള ഒരു വലിപ്പം മതി. ഇങ്ങനെ ഒരു പീസ് എടുക്കുന്നു. ഇവിടെ നിന്ന് ക്യാൻവാസിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു നൂല് ഇടാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സൂചി ഇങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ആ കറക്റ്റ് സൂചിയിലേക്ക് ടൈറ്റ് ആക്കി നിർത്തിയിട്ട് ഒരു നൂല് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നേരെ ഇതിന്റെ താഴേക്കാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നേരെ തിരിച്ചു വെക്കുക. അങ്ങനെ ചെയ്താൽ കറക്റ്റ് കോളർ മറിച്ച് കഴിയുമ്പോൾ കറക്റ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇതുപോലെ ഇവിടെ എത്തിയിട്ട് സൂചി ഇങ്ങനെ കുത്തി വെക്കുക. സൂചി കുത്തി വെച്ചിട്ടാണ് നമ്മൾ ഇത് രണ്ട് മടക്കിലെടുക്കുകയാണ് ഒന്നും വേണം നല്ലത്, കാരണം വലിച്ചാൽ പൊട്ടാതിരിക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഇതാക്കുക. കാരണം നൂല് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നേരെ ഇത് ഈ ഉള്ളിലേക്ക് മടക്കി വെക്കുക. കയ്യിൽ അതിലേക്ക് കൊള്ളാത്ത രീതിയിൽ മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ചുളി വന്ന് കോളറിന് ഇത് കണ്ടില്ലേ, ഇങ്ങനൊന്നും കിടക്കരുത്. ഈ അടിയത്തെ പീസും ഇതും രണ്ടും ഒപ്പാക്കി വെക്കുക. ഒപ്പാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ. ഇനിയിപ്പോൾ നമ്മളപ്പോൾ ക്യാൻവാസിന് ചാരിയിട്ട് ഇത് കൊടുത്തു. ക്യാൻവാസിൽ തട്ടാത്ത രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുക. കറക്റ്റ് തയ്യൽ തുമ്പ് വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവാസിനോട് ചാരിയിട്ട് കട്ട് ചെയ്യാം. ക്യാൻവാസുമ്പോൾ തട്ടരുത്. ക്യാൻവാസിന് ചാരിയിട്ട് തുണി മാത്രമാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഇവിടെ നമ്മൾ ക്യാൻവാസിന് ചാരിയിട്ടാണ് കട്ട് ചെയ്തത്. ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നേരെ ഇങ്ങനെ മറിക്കുക. നമ്മൾ നേരത്തെ ആ നൂലുണ്ടല്ലോ, ആ നൂല് ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ പോയിന്റ് കിട്ടും.
അതേപോലെ ഇങ്ങനെ നോക്കുക. മറ്റേ നമ്മൾ സൂചി കൊണ്ടൊന്ന് കുത്തിയാൽ ഇത്ര പോയിന്റ് കിട്ടില്ല, കണ്ടില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി, ഈ നൂല് നമുക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ എടുത്തിട്ടാൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതാണ് ക്യാൻവാസ് വരുന്നത്. ക്യാൻവാസ് വരുന്ന പീസ് മുകൾ ഭാഗത്തൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ തയ്യൽ ചെയ്യേണ്ടത്. കറക്റ്റ് പ്രഷർ ബൂട്ട് വീതിക്കാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ തുണിയൊക്കെ വരുന്നത് ഇതാ നല്ല കറക്റ്റ് ക്യാൻവാസിന്റെ ഒപ്പാക്കിയിട്ട് ഇതാ ഇവിടേക്ക് വരുന്ന രീതിയിൽ ഒപ്പാക്കി മാറ്റി കൊടുക്കും. ഇനി നമ്മൾ ഇതിലൂടെ ഇതിന്റെ തെല്ലിന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക, തുണി തുളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടിയിലും മുകളിലും ഒരുപോലെ തന്നെ ചുളിയാത്ത രീതിയിൽ ഇത് കിട്ടി. അപ്പൊ ഇതാണ് ക്യാൻവാസ് വരുന്ന ഭാഗം. ജസ്റ്റ് അത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കാം. ഇവിടെയാണ് ക്യാൻവാസ് വരുന്ന ഭാഗം. അത് നമ്മൾ ഇതിന്റെ സെന്റർ നോക്കിയിട്ട് ഒരു കട്ട് മാർക്ക് കൊടുക്കുക. നമ്മൾ നെക്കിന് ഇതുപോലെ ഒരു കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതേപോലെ കട്ട് മാർക്ക്. ഇനി നമുക്ക് നെക്കിന് ഒരു അടിപ്പീസ്, അടിയിൽ വരുന്ന പീസ് കൊടുക്കണം, ഇന്നർ. അത് നമുക്ക് ഏത് പീസ് വേണമെങ്കിലും കൊടുക്കാം. സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതോ വട്ടത്തിൽ ഏത് പീസ് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് നമ്മളൊരു നെക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇത് കട്ടിങ് ചെയ്യുമ്പോൾ അടിയിൽ പീസ് ചുളിയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ നെക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, തുമ്പൊക്കെ വെച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഈ നെക്കിന്റെ ഷേപ്പിൽ തന്നെ ഈ അടിയിലത്തെ പീസ് കട്ട് ചെയ്യണം. നെക്ക് ഏത് ഷേപ്പിലാണ് വരുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടിയിലത്തെ പീസ് ഇന്നലെ കൊടുക്കേണ്ട പീസ് കട്ടിങ് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പോൾ ഈ നെക്കിന്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. ഈ ഷേപ്പ് നമ്മൾ ഈ തുണിയിലും പാടെ വരണം. അപ്പൊ അത് അതേപോലെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ തുണി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു അടിപ്പീസ്, അതായത് ഇന്നർ പീസിന്, നെക്കിന്റെ ഇന്നറാണത്, ഇന്നർ കൊട്ടണം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കോളറിന്റെ പീസ് ഉണ്ടല്ലോ, കോളറിന്റെ മെയിൻ പീസിൽ ഇതാണ് ക്യാൻവാസ് വരുന്ന ഭാഗം കേട്ടോ. ഇത് ഇതിന്റെ തുണി മാത്രമാണ് ക്യാൻവാസ് വരുന്ന ഭാഗം. ക്യാൻവാസ് വരുന്ന ഭാഗം ഇങ്ങോട്ട് വെക്കുക. അതേപോലെ നെക്കിന് നമ്മളിങ്ങനെ കട്ട് മാർക്ക് കൊടുത്തില്ലേ, അപ്പൊ ഈ 3 കട്ട് മാർക്കും, നെക്കിന്റെ കട്ട് മാർക്ക്, കോളറിൻ്റെത്, ഈ ഇന്നർ പീസിൻ്റെതും, 3ഉം ഒരുമിച്ച് വരുന്ന രീതിയിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെന്ററിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അടിയത്തെ പീസ് ഇതും ഈ കോളറും ഒപ്പാക്കി വെക്കുക, കറക്റ്റ് വലിച്ചു കൊടുത്തിട്ട്. എന്നിട്ട് ഈ പീസ് കറക്റ്റ് എന്ത് ചെയ്യുക, കോളറിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അടിക്കുക. ഇവിടെ തെല്ല് എത്രയാണ് തുമ്പ് വരുന്നത്, ആ തുമ്പ് കട്ട് ചെയ്യാം. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഭാഗത്തേക്ക് അടിക്കും. ഈ ഭാഗത്തേക്ക് അടിക്കുന്നതിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു മിനിറ്റ് അപ്പുറത്തെ സൈഡ് അടിച്ച് അതേപോലെ തന്നെ ഇതുപോലെ നമ്മൾ തെല്ലിനാണ് അടിക്കേണ്ടത്. ക്യാൻവാസിൽ കയറാത്ത രീതിയിലാണ് അടിക്കേണ്ടത്. അത് നമ്മൾ നേരെ തിരിച്ചു വെച്ചിട്ട് ചുളിവൊന്നും വരാത്ത രീതിയിൽ, ഈ പീസൊന്നും ചുളിവ് വരരുത്, അടിക്കുക. ഇത് കണ്ടോ, അപ്പോൾ ഈ അടിയത്തെ പീസൊന്നും ചുളിവ് ഉണ്ടാവില്ല. ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ മറിച്ച് കഴിഞ്ഞാലും അതേ ചുളിവ് വരും. ഇനി നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ വെച്ച് നോക്കുക, നെക്ക് ഭാഗം കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കോളർ രണ്ടും ഒപ്പാക്കി വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഈ സ്റ്റിച്ചും ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ 2 സ്റ്റിച്ചും ഒപ്പാണോ എന്ന് കാണിച്ചു കൊടുക്കുക. ഇതിപ്പോ ഇങ്ങനെയാണ് കിടക്കുന്നത് വെച്ചാൽ, ഈ പീസിന് ചാരിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അങ്ങനെ, അപ്പൊ 2 ഒപ്പാവും. ഇനി അതല്ല ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെയും തന്നെ അതേപോലെ കൂടുതൽ കൊടുക്കണം. അതല്ലെങ്കിൽ നെക്കിന്റെ അളവിൽ വ്യത്യാസം വരും. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ കറക്റ്റ് ഈ കോളർ രണ്ടും, കോളറിന്റെ ഈ മടക്കുണ്ടല്ലോ, ഈ കോളറിന്റെ പീസും ഈ നെക്കിന്റെ പീസും 2 സ്റ്റിച്ചിങ് ഒപ്പാണ് നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മറിച്ചു കൊടുക്കാം. മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ തുമ്പ് ഇങ്ങോട്ട് മടക്കുക, ഈ തുമ്പ് ഇങ്ങോട്ട് മടക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ മുടക്കുക. അപ്പൊ കറക്റ്റ് പോയിന്റ് കിട്ടും.
അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു കൈ ഒരു വിരല് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. എന്നിട്ട് ഈ തുമ്പ് നേരെ ഇങ്ങോട്ട് മടക്കുക, ഈ തുമ്പ് നേരെ ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് നേരെ ഇങ്ങനെ മടച്ചാൽ കറക്റ്റ് ആ പോയിന്റ് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ കറക്റ്റ് എന്ത് ചെയ്യാം, അടിയത്തെ പീസും ഇതുപോലെ നഖം കൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ, നമ്മൾ ഈ കോളറിന്റെ ഈ ഒരു സ്റ്റിച്ച് വിടുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സ്റ്റിച്ച് അടിയിൽ ചുളിവ് വരരുത്. ചുളിവ് വന്നു കഴിഞ്ഞാൽ കോളർ അടിച്ചാൽ അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഈ നെക്കിന്റെ ഒപ്പമല്ലാതെ ഇതാണ് ഇപ്പൊ നെക്ക് വരുന്നത്, ഇവിടെയാണ് നെക്ക് വരുന്നത്. ഇത്ര ഇതില് കറക്റ്റ് തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് കട്ട് ചെയ്യാം. തയ്യൽ തുമ്പ് മാത്രമാണ് വരേണ്ടത്. കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കറക്റ്റ് തയ്യൽ തുമ്പ് മാത്രം നമ്മൾ എത്രയാണോ അറ്റാച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വരുന്നത്. ഈ പീസൊക്കെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുക. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മാർക്കും പാടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷോൾഡറും പാടെ കൃത്യമായിട്ട് കിട്ടും. കോളറ് ഇപ്പൊ നമ്മള് കോളറ് മാർക്ക് ചെയ്തു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, 3 ഭാഗം ഈ മാർക്കിംഗ് ഒന്നും പാടെ കാണിച്ചു തരാം. കറക്റ്റ് കോളറിന്റെ സെന്ററിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഇതുവരെ ഈ ഒരു കോളറിന്റെ ഇതുവരെ എടുക്കുക, കോളറിന്റെ ഭാഗം എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഇങ്ങനെ 3 മാർക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് നമുക്ക് അതിൽ തന്നെ കിട്ടും. ഇത് സെന്ററിൽ നോക്കാം. ഇനി നമ്മൾ കഴുത്ത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. കഴുത്ത് എപ്പോഴും കുറച്ച് കട്ട് ചെയ്യാൻ കൂട്ടി എന്നാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ കൂട്ടി ഇടുന്നില്ല, കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് കോളർ എത്രയാണ് നോക്കിയിട്ട് കട്ട് ചെയ്യണം. ഇത് കോളർ ഇത് ഇങ്ങനെ വലിച്ചിട്ട് നോക്കുക, ഇത്രയാണ് കോളർ വേണ്ടത്. കാരണം ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇതുവരെ എത്തുള്ളൂ. അപ്പൊ ഇത്ര വേണം കോളർ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ 2 പീസും കൂടെ ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ 2 ഒപ്പാക്കിയിട്ട് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കഴുത്തിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഷേപ്പ് ഇതുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ഇങ്ങനെയൊക്കെ പോയാൽ കോളർ ഫിറ്റിങ്സിന് അത് തോന്നും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷോൾഡർ ഇതും കറക്റ്റ് സെന്ററാക്കിയിട്ട് കോളർ ഇത് കൊടുക്കുക, കട്ട്മാർക്ക് കൊടുക്കുക. ഇനി നമ്മള് നല്ല ഭാഗത്തു നിന്നാണ് കോളർ അടിക്കുന്നത്. നല്ല ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, പീസ് വെക്കുന്നു. നമ്മളെ ബട്ടൺ ഹോൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ, പോക്കറ്റ് ഒക്കെ വരുന്ന ഭാഗം, അതിന്റെ നല്ല ഭാഗം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്താ ഇത്ര രീതിയിലാണ് വെക്കേണ്ടത്. ഇത് ഇങ്ങനെ വരരുത്, ഇങ്ങനെയും വരരുത്. ഏകദേശം ഈ ഒരു പോയിന്റിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ കാണുന്ന രീതിയിൽ വെക്കാം. എന്നിട്ട് അവിടെ നമ്മൾ തുടങ്ങാം. കുറച്ച് മുന്നോട്ട് പോന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പീസ് ഇങ്ങനെ ഒന്ന് പൊക്കി തുറക്കുക. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഫ്രണ്ടില് കോളർ നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ഇവിടുന്ന് എത്രയാണോ ഗ്യാപ്പ് വരുന്നത്, ഇതേ ഗ്യാപ്പ് തന്നെ ഇപ്പുറത്തും വരുന്നുണ്ടോ. കാണിച്ചു ഈ കട്ട് മാർക്ക് 2ഉം ഒപ്പാക്കിയിട്ട് തന്നെ വരണം കേട്ടോ. ഇത് കൂടുതൽ ഇങ്ങോട്ട് വന്നാൽ ഓവർ കൂടുതലാണ് എന്നാണ് അർത്ഥം. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ നേരത്തെ അടിച്ചത് ഇതേപോലെ ഈ മാർക്കിങ് എവിടെയാണ് വന്നത് നോക്കാം. ഇവിടെ ഈ മാർക്കിങ് നമ്മൾ ഈ ഷോൾഡറിന്റെ തൊട്ട് മുമ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഷോൾഡറിന്റെ തൊട്ട് മുമ്പായിട്ടാണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ അവിടെ വെച്ച അതേപോലെ തന്നെ ഒരു പോയിന്റ് പുറത്തേക്ക് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. ചെറിയൊരു പോയിന്റ് ഇതേപോലെയാണ് കോളർ വെക്കേണ്ടത്. ഇതേപോലെ ഇങ്ങനെ കുറെ ഇങ്ങോട്ട് തള്ളി വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷിങ്.
ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ മുകളിൽ അടിക്കുകയാണ് വേണ്ടത്. ആ മുകളിൽ അടിക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഈ കട്ട് മാർക്ക് കൊടുത്ത ഭാഗത്തേക്ക് കോളറിന്റെ മാർക്കിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ കൊടുക്കാൻ, ഇത് ഒപ്പായിട്ട് നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ തിരിച്ചു വെക്കുക. അത് ഓരോരുത്തരുടെ പാടനുസരിച്ച് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടും വേണമെങ്കിൽ പോവാം. ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ. ഇത് നമ്മൾ ആ കഫ് അടിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ, അതേപോലെ തന്നെ ഈ സ്റ്റിച്ച് ഇവിടെ വരുന്ന ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിന് നേരെ ഒപ്പാക്കിയിട്ട് വേണം ഈ കോളറിന്റെ പീസ് കൊടുക്കാൻ. അപ്പോഴാണ് കറക്റ്റ് അടിഭാഗത്ത് ഫിനിഷിങ്ങിൽ ഇത് കിടപ്പുള്ളൂ. അതേപോലെ തന്നെ തുമ്പെല്ലാം കറക്റ്റ് ഉള്ളിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്കിന് ചാരിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന്റെ തുമ്പൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കുക. അപ്പൊ എങ്ങനെയാണ് കോളർ അടിക്കേണ്ടത്? കോളർ ഇതുപോലെ ഈ ഷോൾഡറിന് കണ്ടില്ല, നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്ത ഇതേ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഷോൾഡർ കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. ഇത് കുറെ ഇങ്ങോട്ട് പോന്നാൽ ഷോൾഡർ ഒരു ഭാഗം സൈഡ് തൂങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ അടിഭാഗം നോക്കിയാലും ഇതേപോലെ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടിഭാഗത്ത് നോക്കിയാലും ഇതുപോലെ സ്റ്റിച്ച് ഇവിടെ നിന്ന് ചുളിവൊന്നും വരാത്ത രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ ആ ഷേപ്പ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അതേപോലെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ഉപ്പായിട്ട് നിൽക്കണം. ഇവിടെ ഇതേപോലെ തന്നെ നിൽക്കണം. നമ്മൾ ആദ്യം കൊടുക്കുന്ന ഷേപ്പ് ചേഞ്ച് ആയാലും ഇവിടെ ഇങ്ങനെ കിടക്കും. ഇത് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ഷേപ്പ് ആയിട്ട് തന്നെ നിൽക്കണം.